صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുസ്ലിം കൈരളിയുടെ ആത്മീയ ആചാര്യനായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന നൂറെ ഹബീബ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുപ്പാപ്പ, മറ്റു സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരെ, കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും തങ്ങളുപ്പാപ്പയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നൂറെ ഹബീബിന്റെ സന്തതികൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അള്ളാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. തങ്ങളുപ്പാപ്പ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പറയണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് കുറച്ച് നേരത്തെ ഇരുന്നത്. പക്ഷേ തങ്ങളുപ്പാപ്പ സദസ്സിലുണ്ടെങ്കിലും ചിലതൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ചിലത് പറയാതിരിക്കാൻ നിർവാഹവുമില്ല. കാരണം വിമർശകർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം മനസ്സിലാക്കാതെ തങ്ങളുപ്പാപ്പയുടെ അറിവിനനുസരിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോ എന്തെങ്കിലും പാകപ്പിയവുകള് വന്നു പോകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ചില യൂട്യൂബ് ജീവികളുണ്ട്. അവർക്ക് കാര്യമറിയില്ല, അവർക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്നറിയില്ല. പക്ഷേ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അറിയാം തങ്ങളുപ്പാപ്പ ആരാണെന്ന്. അനുഭവിച്ചറിഞ്ഞവരാണവർ. ജീവിതത്തിൽ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ഗുരു. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും അറിയാം നൂറെ ഹബീബിനെയും തങ്ങളുപ്പാപ്പാനെയും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ നൂറെ ഹബീബിനെതിരെ കല്ലെറിയുന്നവരോട് വിനയത്തോടുകൂടെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എറിയുന്ന ഓരോരോ കല്ലും ഞങ്ങൾക്ക് പൂമാലകളാണ്. ഈ നൂറെ ഹബീബിനെ തകർക്കാൻ നിങ്ങൾ ഏതൊക്കെ പാറക്കല്ലുകൾ എടുത്ത് വലിച്ചെറിഞ്ഞാലും ഇങ്ങോട്ടത് തട്ടുകയില്ല. കാരണം നൂറെ ഹബീബിനെ സംരക്ഷിക്കുന്നത് സ്വലാത്തുൽ ഫാത്തിഹാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവലാണ്. പക്ഷേ ചില എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും തങ്ങൾ പാപ്പാട നിഷ്കളങ്കമായ ആ പുഞ്ചിരിയോടുകൂടെ തങ്ങൾ പറയുന്നവരെന്തും പറയട്ടെ, അവരെ വിമർശിക്കണ്ട, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് തങ്ങൾ പാപ്പ എപ്പോഴും പറയാറ്. പക്ഷെ ചിലത് ചിലപ്പോ നമുക്ക് മറുപടി പറയേണ്ടി വരും. ഏതുപോലെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ കടലാണ്. അള്ളാഹുവിന്റെ ഹബീബ് സർവ്വജീവികളോടും കാരുണ്യമാണ്, സർവ്വ ജന്തുക്കളോടും കാരുണ്യമാണ്. നമുക്കറിയാം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രബോധനത്തിന് വന്നപ്പോൾ അത്രയും കാലം അബൂജാഹിലും മുത്തബത്തും ഷൈബത്തും നദർ ഇബ്നു ഹാരിസ് തുടങ്ങിയിരിക്കുന്ന മക്കയിലെ കുഫാരികളെ മുഴുവനും വിളിച്ചു പറഞ്ഞത് അൽ അമീൻ എന്നാണ്. പക്ഷേ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ മക്കക്കാരിൽപ്പെട്ട ഖുറൈശികളുടെ നേതാക്കൾ പറഞ്ഞത് എഴുത്തറിയാത്ത, വായനയറിയാത്ത, എഴുത്തും വായനയും പഠിക്കാത്ത ആ മുഹമ്മദ് പ്രവാചകനാവുകയോ? കിബ്റ് സമ്മതിച്ചില്ല. മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിമാരുടെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. അവര് പറഞ്ഞു മുഹമ്മദ് പ്രവാചകനല്ല, അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന അതേ നാവ് കൊണ്ടവര് ഭ്രാന്തനെന്ന് വിളിച്ചു, ദുഷ്ടനെന്ന് വിളിച്ചു, ധിക്കാരി എന്ന് വിളിച്ചു. അബൂജാഹിലും മുത്തബത്തും ഷൈബത്തും നദർ ഇബ്നു ഹാരിസും മുത്തബത്ത് ഇബ്നു അബീ മുഅയ്ത്തും എല്ലാവരും റസൂലുള്ളാഹിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയതുപോലെ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തുണ്ടല്ലോ, റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു.
മക്കയിലെ കുഫാരിങ്ങളിൽപ്പെട്ട ആളായിരുന്നിട്ട് പോലോ ഉഖബത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് കുശലാന്വേഷണം നടത്തും. പക്ഷേ ഉഖബത്ത് മുഹമ്മദുമായി സംസാരിക്കുന്നത് മറ്റു കുഫാരിങ്ങൾക്കൊന്നും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഒരിക്കലും മക്കയിലെ കഅബാലയത്തിന്റെ അരികിലിരിക്കുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൂടെ നടന്നു വരികയാണ്. മുഹമ്മദേ, എന്റെ വീട്ടിൽ ഞാനൊരു ഫംഗ്ഷൻ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മക്കയിലെ മുഴുവൻ കുഫാരി, മക്കയിലെ മുഴുവൻ പ്രമാണിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഖുറൈശികളിൽപ്പെട്ട വലിയ കാര്യപ്പെട്ട ആളാണല്ലോ മുഹമ്മദ്. നീയും എന്റെ വീട്ടിലേക്ക് ആ സദ്യക്കൊന്ന് വരുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ഉഖബത്തെ, നിന്റെ വീട്ടിലേക്ക് സദ്യക്ക് ഞാൻ വരുമായിരുന്നു. പക്ഷേ നിന്നോടെനിക്ക് വല്ലാത്ത സ്നേഹമാണ്, നിന്നോടെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ നീ മുസ്ലിം ആവാത്തതിന്റെ പേരിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടല്ലോ. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് പറഞ്ഞു, മുഹമ്മദേ, എന്റെ ഉറ്റ സുഹൃത്താണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. ആ ഉമയ്യത്ത് ബിൻ ഖലഫിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യൂല. റസൂലുള്ളാഹി പറഞ്ഞു, ഉഖബത്തെ, നീ ഒന്ന് മുസ്ലിമായാൽ എനിക്ക് വല്ലാത്ത സന്തോഷമാകുമായിരുന്നല്ലോ. ഉഖബത്ത് ചോദിച്ചു, ഞാൻ മുസ്ലിമാവാതെ നീ എന്റെ സദ്യക്ക് വരില്ല എന്നാണോ? റസൂലുള്ളാഹി പറഞ്ഞു, നീ മുസ്ലിമാവടാ ഉഖബത്തെ. ഉഖബത്ത് പറഞ്ഞു, എന്നാൽ എന്താണ് ഞാൻ മുസ്ലിമാവാൻ വേണ്ടി ചെയ്യേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഉഖബത്ത് മുസ്ലിമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഖബത്തിന്റെ വീട്ടിലേക്ക് സദ്യക്ക് ചെല്ലുകയാണ്. ഇത് കണ്ടപ്പോൾ അബൂജാഹിലും ഉഖബത്തും ഷൈബത്തും ദേഷ്യം പിടിച്ചുപോയി. അവര് പറഞ്ഞു, കണ്ട കണ്ട കണ്ട, മുഹമ്മദ് ഉഖബത്തിന്റെ വീട്ടിൽ സദ്യക്ക് വന്നിരിക്കുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോഴാണ് ഉഖബത്ത് മുഹമ്മദിനെ ക്ഷണിക്കുകയും മുസ്ലിമാവുകയും മുഹമ്മദ് സദ്യക്ക് വരികയും ചെയ്തിരിക്കുന്നത്. അബൂജാഹിലും ഉഖബത്തും തമ്മിൽ സംസാരമാണ്. അങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദ്യ കഴിഞ്ഞ് തിരിച്ചുപോയി. അന്നതാ ഷാമിൽ നിന്ന് മടങ്ങി വരികയാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. ഉമയ്യത്ത് ബിൻ ഖലഫ് വീട്ടിലേക്ക് എത്തിയതോ അബൂജാഹിലും ഉഖബത്തും മടങ്ങിയിരിക്കുന്ന ഒരു സംഘം തന്നെ ചെന്നിട്ട് ഉഖബത്തിനും എന്റെ കൂട്ടുകാരനായ ഉമയ്യത്തിനോട് പറയാണ്, ഉമയ്യത്തെ, നിന്റെ ഉറ്റ സുഹൃത്താണല്ലോ, നിന്റെ കളിക്കൂട്ടുകാരനാണല്ലോ ഉഖബത്ത്. ആ ഉഖബത്ത് മുഹമ്മദുമായിട്ട് മുസ്ലിമായി സംസാരം നടത്തി